അപ്പം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NK Gamer MC. അപ്പം നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലൈബ്രറിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് മെൻഡിങ്ങിൻ്റെ ബുക്ക് ചെയ്യണം. ലാഗി പരിപാടിയാണ്, പക്ഷേ നമുക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടോക്കും, ഫുള്ള് ടൂൾസിൻ്റെ ഒരു പരിപാടിക്ക് ഫൈറ്റ് ചെയ്യാണ്ട് തന്നെ. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടാണോ ഫൈറ്റ് ഒന്നും ചെയ്യിക്കാരില്ലല്ലോ. പിന്നെ മെയിനായിട്ട് എൻ്റെ ടൂൾസ് അവിടെ താഴെ കിടക്കും. അപ്പം ടൂൾസാണ് മെയിനായിട്ട് പ്രശ്നമാവുന്നത്. പെട്ടെന്ന് ഇതായിപ്പോൾ ലാസ്റ്റ് ഡ്യൂറബിലിറ്റി ഉണ്ട്, ഡ്യൂറബിലിറ്റി ഇല്ല എന്നല്ല, പക്ഷേ പണി കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടിയതാണല്ലോ. കാരണം ഇത് നമുക്ക് ഡയമണ്ട് വെച്ച് ഇതാക്കാൻ പറ്റൂല. ഡയമണ്ട് ഒന്ന് എത്രയായിട്ട് വെച്ചിട്ട് നമുക്ക് ആദ്യം പോലെ ഫുള്ളായിട്ട് HP ഒന്നും ആക്കാൻ പറ്റൂല ഇതിൻ്റെ. അപ്പം മെൻഡിങ്ങേ ഉള്ള ഒരൊറ്റ രക്ഷ. ഞാൻ ഫുള്ളായിട്ട് നോക്കി. അപ്പം നമുക്കൊന്ന് ഫുള്ള് പ്രിപ്പയർ ആയിട്ട് നമുക്ക് ഈ വില്ലേജിൽ ആൾക്കാരൊന്നും ഇല്ല, ഏകദേശം എല്ലാത്തിനെയും സോംബി കൊന്നിക്ക്. അപ്പം വേറൊരു വില്ലേജിൽ നമുക്ക് പോയിട്ട് നമ്മുടെ അപ്പുറത്ത് ഒരു വില്ലേജ് ഉണ്ടല്ലോ, ആ ഒരു റിവർ കിടന്നിട്ടുള്ള അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഒരു മെൻഡിങ്ങിൻ്റെ വില്ലേജ് എടുത്താക്കാം. അതിനെ കുറച്ച് ബെറ്റർ. അല്ലാണ്ട് നടക്കൂല. അപ്പം അതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനമൊക്കെ എടുക്കാം. എൻ്റെ വേ പോയിൻ്റ് അതെടുക്കണമല്ലോ. വേ പോയിൻ്റ് അവിടെ എന്താ കിടക്കുന്നു? ഗോൾഡൻ കിടക്കട്ടെ, എന്തായാലും വെറുതെ പോവല്ലേ. ഇപ്പം പിന്നെ ഈ ബുക്കൊക്കെ നമുക്കൊന്ന് ഇതാക്കണം. ബാക്കി നമുക്ക് ഒരു സ്റ്റേഷനറി ആക്കണമല്ലോ ഇവിടെ. മറ്റേ സാധനമെല്ലാം മുമ്പ് നിർത്തിട്ട് പൊട്ടിക്കടേ. അതെല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് അവിടെ എടുത്ത് വെക്കാം. അപ്പം ഇതും മറ്റേ ഇതുപോലെ തന്നെ. ഇതിപ്പം എത്രാമത്തെ എപ്പിസോഡ്? 5-മത്തെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 5-മത്തെയാന്ന് തോന്നുന്നു. അപ്പം ഇനി ഇതേപോലെ തന്നെ കുറച്ച് ഒരു ചെറിയ വീഡിയോ ഇടാറുള്ളൂ. കാരണം വലിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആരും കാണാൻ നിൽക്കില്ല, അല്ലെങ്കിൽ പിന്നെ അത്രയും ഇതാവണം. എന്തായാലും കുറേ കാലത്തേക്ക് ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്തായാലും സെറ്റാക്കാം. ഫസ്റ്റ് സ്മിത്ത്, പിന്നെ ഫർണിസ്, പിന്നെ ബ്ലാസ്റ്റ്, പിന്നെ സ്മോക്കർ, പിന്നെ ഇത് ഇവിടെ വെക്കണോ അതോ അവിടെ വെക്കണോ? അപ്പുറത്തെ കാല വരൂ, സാധനം വരൂ. ഇനി അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി വെക്കാം നമ്മുടെ ഇൻവെൻട്രിയിലേക്ക്. എന്നിട്ട് ആവശ്യമില്ലാത്ത സാധനം നമുക്ക് ബാഗിൽ വെക്കാം. അതാ ബെറ്റർ. അല്ലാണ്ട് വെറുതെ ആപ്പിളും ക്യാരറ്റൊന്നും ഇപ്പം തലവിൽ ആവശ്യമില്ല. നമുക്ക് ഒരു സാഡിൽ ക്രാഫ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ കുതിര ഉണ്ടല്ലോ, കുതിരയെ നമുക്കൊന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പം സാഡിൽ എങ്ങനെയായിരുന്നു അവളി എന്താ വരാത്ത? സാഡിൽ ഇടിച്ചിട്ട് ഒരു സെക്കൻഡ്. അത് തന്നെയല്ല എൻ്റെ സ്പെല്ലിങ്. ഓക്കെ, വെറുതെ അല്ല കാണാത്ത. എന്താ കിടക്കുന്നു? 3 ലെതറായാലും മതിയല്ല, അത് ഇഷ്ടമാതിരമുണ്ട്. അത് വലിയ പ്രശ്നമല്ല. അപ്പം എവിടെ പോയി ലെതർ അയണ ആദ്യം എടുക്കാമല്ലോ. അതാ കിടക്കുന്നു. അയണൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. ലെതറും നോ പ്രോബ്ലം തൽക്കാലത്തേക്ക്. ഞാൻ ഫർണിസ് ചെയ്യാൻ പോകുന്നു. ടിപ്പ്. അപ്പം ഇതായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പോയിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വേസ്റ്റ് സ്റ്റോണും കൂടി അകത്തേക്ക് എടുത്ത് വെച്ചാലോ, അപ്പോൾ കുറച്ച് ശരിയാവും. അകത്തെടുത്ത് വെക്കാം. അതാകുമ്പോൾ അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി വന്നാൽ, അഥവാ ക്രീപ്പറിന് മുമ്പിൽ വരൂലല്ലോ, ഇവിടെ അല്ല വരൂ. ഇതാ കുറച്ചും കൂടെ നല്ലത്. ഹോണല്ലേ, ഹോം. നമുക്ക്
ഇനി അടുത്ത അപ്പം നമുക്കിനി ഒന്ന് കുതിരയെ പോയി ടേം ചെയ്യാം. ടേമിടാണ് നമുക്കിനി നമ്മുടെ സാഡിലും ആർമറൊന്നും ഇട്ടാൽ മതി. നമുക്കിനി ഇതിനെ ഇറക്കണമല്ലോ ഇതിൻ്റെ പുറത്ത്. അവിടെ നിന്ന് ഇറങ്ങാത്ത ഞാനിറങ്ങിയേ എൻ്റെ തല ഇറങ്ങിക്ക എന്നിട്ടൊന്നും ഇറങ്ങാൻ പറ്റും. ഇതും കൊണ്ടായിരുന്നല്ലേ പ്രശ്നം. അപ്പം സ്പീഡ് വളരെ മോശമാണല്ലോ. ഇതിലെന്നല്ല ഞാൻ കാലം വെച്ച് നടക്കുന്ന ഞാൻ തോന്നുന്നു. എന്താ പറയാ, ജമ്പിനും വലിയൊരു ഹൈറ്റ് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ. 2 ഹൈറ്റ് മാക്സിമം. ഹെൽത്ത് ഉണ്ട്, പക്ഷെ ഹെൽത്തും കൊണ്ടും വലിയ കാര്യമില്ല. സ്പീഡാണ് മെയിനായിട്ട് കുതിരയ്ക്ക് വേണ്ടത്. അപ്പം താൽക്കാലികമായി ഈ കുതിര വേണ്ടാന്ന് വെക്കുകയാണ്. ഇപ്പം എന്ത് പറയാന്, ഇതിൽ നല്ല എൻ്റെ സ്പീഡ് തന്നെ. ഇറങ്ങ സോറി കുതിര, ഹെൽപ്ലെസ്. കൊല്ലണമെന്നുണ്ട്, പക്ഷെ വെറുതെ ടൈം ചെയ്തല്ലേ, വേണ്ട, ജീവിച്ചിരിക്കട്ടെ. അപ്പം നമ്മുടെ ഗോൾ എന്തായിരുന്നു, നാം വിട്ടുമല്ലോ. മെൻഡിങ് നമുക്ക് അങ്ങനെ പോയിട്ട് സെറ്റാക്കണം. അപ്പം നമുക്കൊരു ലാൻഡേൺ സെറ്റാക്കാം. ലാൻഡേൺ അടുപ്പ്, ലാൻഡേൺ നല്ലേ പറയുന്നത്. അത് ആദ്യം ഞാൻ കണ്ടുപിടിക്കട്ടെ അത് എവിടെയാ ഉള്ളതെന്ന്. എവിടെ പോയി, കാണുന്നില്ല. എന്നാ നമുക്ക് ഉണ്ടാക്കാതെ, അല്ലാതെ വഴിയില്ല. ഈ ക്രാഫ്റ്റബിള് ഞാൻ വിട്ടു വന്ന സാധനം ഓണാക്കിയിട്ടേക്കുന്നത്. ബുക്ക് ഷെൽഫ് വേണം അല്ലേ. അപ്പൊ കുറച്ചും കൂടെ ബുക്ക് വേണം. ബുക്കിന് പേപ്പർ വേണം. പേപ്പറിന് ഇതാക്കി അത് ലാൻഡാണല്ലേ കിടക്കുന്നേ. ഞാൻ വെറും മരപൊട്ടനാണല്ലോ. അപ്പോൾ നമുക്കിനി ആ വില്ലേജിലേക്ക് നേരെ പോവാം. വേറെ പണിയൊന്നുമില്ല. ഓടുക, ഒറ്റൊരോട്ടം ഓടുക. ചക്കട്ട പൂച്ച ഉണ്ടല്ലോ, നമുക്ക് ടൈം ചെയ്യാം. മീനെ ചത്തു പോട്ടെ. എത്ര മീൻ വേണം ടൈം ചെയ്യണമെങ്കിൽ? ഏകദേശം അറച്ചനൊക്കെ അറിഞ്ഞാടാ 2 കൂടെ ഇട്ടു. മീനെ കൊന്നാലും എല്ല് കിട്ടായിരുന്നു. അതാ ഇപ്പം അറിയുന്നത്. പൂച്ചേ സാറേ അവിടെ നിൽക്കൂ, ഓടരുത്. നിക്കടാ. ഒരുത്തനെ കിട്ടി. നീ അടുത്തൊരുത്തനെയും കൂടെ കിട്ടണമല്ലോ. നിക്ക്. ജസ്റ്റ് ലാസ്റ്റ് മീനായിരുന്നത്. അപ്പം ഇതിനകത്തിന് ടൈം ചെയ്തതെന്ന് അറിയാമോ? എൻ്റെ വീട്ടിന് മുമ്പിൽ വെക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ കയറുന്ന സമയത്ത് വല്ല ക്രീപ്പറും പുറകുന്ന ലാസ്റ്റ് പൊളിയായിരിക്കും എനിക്ക്. അപ്പം ഇതിനെ 2 ഇവിടെ എടുത്ത് വെക്കാം. അവിടെ ഇരിക്കേ, നീയും വാട ഇങ്ങോട്ട് കയറി. അവിടെ ഇരിക്കണേ, എങ്ങോട്ടാണ് ഓടുന്നേ? നിന്നെ ഉന്തി കയറ്റിക്കൊള്ളുന്നേ. അവിടെ മോളി കയറ. അങ്ങനെ അനുസരിച്ചോണോ. ഇനി അങ്ങനെ ക്രീപ്പറിന്റെ ശല്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് അപ്പുറത്തെ വില്ലേജിൽ എത്തിയിട്ട് നമുക്ക് ഇതാക്കാം. അപ്പം നമ്മൾ വില്ലേജിലേക്ക് എത്തി. ഇനി ബാക്കി ഇത് ആരെങ്കിലും കൊണ്ടെടുപ്പിക്കണം. എടുക്കടാ. എന്താണ് എടുക്കാത്ത? അവരെ തല്ലിക്കൊല്ലണാ. എടുക്കാത്ത എന്താടാ? ഒന്നും കൂടെ പൊട്ടിച്ചേക്കാം. എടുക്കുവോ ആശാനെ? പ്ലസ് വരുന്നുണ്ടല്ലോ. ഇത് ആരാ എടുക്കുന്നേ? വീട്ടിൻ്റെ അകത്ത് ആരുമില്ല. ഒന്നും കൂടെ പൊട്ടിച്ചേക്കാം. എടുക്കൂ.
പ്ലസ് പിന്നെയും വരുന്നുണ്ട്, പക്ഷെ ആരെടുക്കുന്നത്? ഇതാ കിടക്കുന്നു. എന്താ എഫിഷ്യൻസി ഇറ്റുക, ആവശ്യമില്ല. രാത്രിയാവുന്നല്ലോ, നമുക്ക് പോയി കിടന്നുറങ്ങാം. എൻ്റെ വീട്ടിൽ തന്നെ എടുക്കാം. ഈ ഡോറങ്ങ് പൊട്ടിച്ചേക്കാം, അതിൻ്റെ അകത്ത് തന്നെ ലോക്കാക്കി വെക്കാമല്ലോ ലാസ്റ്റ്. ആ നല്ല ബുദ്ധി. ഡോറ് വിളിക്കണേ, കിടന്നുറങ്ങൂ. ലണ്ടൻ വെക്കൂ, വില്ലേജർ ആവൂ. ബുക്ക് ഷെൽഫ് ആവശ്യം. പിന്നെ അപ്പോൾ സിൽക്ക് ടച്ച് ആവശ്യമില്ല. അപ്പോൾ ഇനി ഫുള്ളായിട്ടൊന്ന് തപ്പിയിട്ട് ഒരു മെൻഡിങ്ങിൻ്റെ ബുക്ക് കിട്ടും. അന്നേരം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യട്ടെ. എന്നിട്ടൊരു മെൻഡിങ്ങിൻ്റെ ബുക്ക് കിട്ടുമ്പം ഞാൻ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാതെ നല്ല. അയ്യോ, ഇത് എത്രാമത്തെ പ്രാവശ്യമാണോ എടുത്ത് വെക്കുന്നത്? ഒന്ന് എടുത്ത് താടാ മെൻഡിങ് എനിക്ക്. യെസ്, അങ്ങനെ സക്സസ്ഫുള്ളി മെൻഡിങ് കിട്ടി. ബെസ്റ്റ് വൺ. നമുക്ക് നമ്മുടെ ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് നമുക്കിനി ബുക്കും സാധനമൊന്നും ആക്കണം. പെട്ടെന്ന് ഇവൻ്റെ ഇതൊന്ന് മേടിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇവൻ വേറെ ചേഞ്ചാക്കി വേറെ വല്ലതും തന്നാൽ പിന്നെ ഞാൻ കിടന്ന് സ്വാഹ ആക്കേണ്ടി വരും. നമുക്ക് പേപ്പർ കൊടുത്തിട്ട് ഇതാക്കാം. പക്ഷെ നമ്മുടെ എമറോൾഡ് കാണുന്നില്ലല്ലോ, അതവിടെ കാണുന്നില്ല. അപ്പം നമുക്ക് ഇതാക്കേണ്ടി വരും, പേപ്പർ ഉണ്ടാക്കിയിട്ട് പേപ്പർ വയ്ക്കേണ്ടി വരും. ബോണവിടെ. അപ്പം നമുക്ക് നമ്മുടെ വില്ലേജിലേക്ക് തിരിച്ച് പോവാം. അതാന്ന് തോന്നുന്നു ബെറ്റർ. അല്ലാണ്ട് എമറോൾഡ് കാണുന്നില്ല ഞാൻ എവിടെയോ നമ്മൾ മാറ്റി വെച്ച്. അതാ കിടക്കുന്നു. അപ്പം നമുക്കിനി എമറോൾഡ് ഇനി കുറച്ച് ഇതാക്കേണ്ടി വരും. അപ്പം നമുക്ക് ഫ്ലിൻ്റ് എന്തായാലും കയ്യിലെടുക്കാം, എന്നിട്ട് കുറച്ച് ഉള്ള വുഡ് ഫുള്ളും എടുക്കാം. അതാ നല്ല. മറ്റേ ഇതുണ്ടല്ലോ, ആ ഫ്ലെക്സിങ് ടേബിള്, അതുണ്ടാക്കിയിട്ട് നമുക്ക് ഇതാക്കാമല്ലോ. അങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് അപ്പുറത്തെ വില്ലേജിൽ പോകാം. ടെലിപ്പോർട്ട് 20 ഇത് വേണോ അല്ലേ? എന്താ ചെയ്യാ? പക്ഷെ ഇതും എക്സ്പെൻസ് തന്നെയാണ്. നടക്കൂലല്ലോ, ചെയ്യാണ്ട് നടക്കൂലല്ലോ. നമുക്കെന്തായാലും ഇവരെന്താ ഇതാക്കുന്നത്? ഇല്ല, നല്ല ഇതാക്കാത്ത തന്നെയാണ്, കാരണം അത് കിട്ടാനും പാട് തന്നെയാണ്. ഇപ്പം എവിടെ പോയി എന്തുണ്ടാക്കാം? അപ്പം നമുക്ക് ഇതുണ്ടാക്കാം, ഫ്ലെക്സിങ് ടേബിൾ ഉണ്ടാക്കാം. എന്നിട്ട് ജോബ്ലെസ് വില്ലേജറിന് കൊടുത്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അത് നടക്കും. വില്ലേജറേ എവിടെ പോയി? ഇതാ എടുക്കടാ. എടാ തണ്ടി എടുക്കടേ, ഗവൺമെന്റ് ജോലിയാണ്, ഫ്രീ ആയിട്ട് തരുന്നതാണ്, എടുക്കടേ. ഭയങ്കര ജാടയാന്ന് തോന്നുന്നല്ലോ അവന്. വന്ന് എടുക്കുമായിരിക്കും. നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. 32 16 ഓ, അപ്പം നമുക്ക് പിന്നെ ഇതാക്കണം. എന്തായാലും മരം മുറിച്ചിട്ട് വരാം കുറച്ച്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ട്രേഡ് ഒന്ന് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ ഫുള്ള് നല്ല എമറോൾഡ് ആക്കിയിട്ട് ഒരു 2-3 സ്റ്റാക്ക് എമറോൾഡൊക്കെ ആക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്താൽ മതി. പിന്നെ ഇപ്പത്തെ ഫസ്റ്റത്തെ കുറച്ച് പണിയാണ് പാട് പിടിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുത്തിയിരുന്നങ്ങ് മരം വിട്ട് തന്നെ. സിമ്പിൾ എന്ന് പറയാൻ പറ്റുമെന്നില്ല, പക്ഷേ ചെയ്തല്ലേ പറ്റും. എന്താ ചെയ്യാനാ? നമുക്കെന്തായാലും ഈ മരം നല്ലതാക്കിയിട്ട് അതിൽ നല്ലത് പേപ്പറുണ്ടല്ലോ, നമുക്കൊരു ലാൻഡാണ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു വില്ലേജറിനെ കൊണ്ട് ബുക്ക് അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ട് ഇതാക്കിയാലോ? അല്ല കുറച്ചും കൂടെ നല്ലത്.
അതാണ് കുറച്ച് നല്ലത്. അപ്പം അതിന് വീട്ടിലൊന്നും കൂടെ പോയി വരണം. നമുക്ക് ബുക്ക് ഉണ്ടാക്കാൻ ലെതർ വേണം, അതുപോലെ പേപ്പേഴ്സും വേണം. ആ രണ്ടും എടുത്തിട്ട് നമുക്ക് കുറച്ച് ബുക്ക് ഉണ്ടാക്കാം. അവിടെ പോയി ബുക്ക് ഒരു 12 എണ്ണം, 5, എന്നിട്ട് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. ഇനി അടുത്ത ലാൻഡ് ഉണ്ടാക്കണമെങ്കിൽ മറ്റേ ഹാഫ് വുഡ് വേണം. അതിന് ഫസ്റ്റ് പ്ലാങ്ക് ആക്കാം. സ്ലാബ് അതിനെ പിന്നെയും പോവാം നമുക്ക്. ഇനി ജോബ്ലെസ് വില്ലേജ് അടുത്തത് വരുമോ, എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് മേടിക്കൂ. അല്ല, ബുക്കല്ല, എനിക്ക് ബുക്ക് തരൂ. അയ്യോ സത്യം പറഞ്ഞ അതാ കിടക്കുന്നു. ഡേ ഓടല്ലേ എന്നാ പിടി. വേണ്ട, എനിക്ക് നീ പേപ്പർ മേടിക്കണം. നീ അതാണ് എൻ്റെ ലക്ഷ്യം. പേപ്പറിന്റെ ട്രേഡ് ഇതാ. ഒരു സാധനം ചോദിച്ചാൽ തരാത്ത എന്താണ്? എന്ത് ഒന്നും പറയുന്നില്ല ബാക്കി. പേപ്പറിന്റെ ട്രേഡ് താടേ. തന്നു സമാധാനം. പേപ്പർ തീർന്നാ. അപ്പോ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഷുഗർ എടുക്കുക, ബോൺ മീൽ ചെയ്യുക, കുറേ പേപ്പർ ഉണ്ടാക്കുക. അപ്പം ഇത് കുറച്ചൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പം ഇത് നിങ്ങളെ കണ്ട് ഒന്നും രസിക്കത്തുമില്ല, ഒന്നും ഇതാകത്തുമില്ല. അപ്പം നിങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് ഇതാക്കുക. ഞാനപ്പോഴത്തേക്ക് ഇത് ബോൺമീലെല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ട് പേപ്പറാക്കിയിട്ട് വരാം. അപ്പം ബോൺമീലെല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലിപ്പം ഷുഗർ കാൻ 2 സ്റ്റാക്ക് 3 സ്റ്റാക്ക് എങ്ങാണ്ടായി. ഇല്ല, 2 സ്റ്റാക്കായിട്ടുള്ളു. അപ്പം നമുക്ക് എത്ര കിട്ടും നോക്കാം. ഇതിനൊന്ന് ആ ട്രേഡ് ബ്ലോക്ക് ആക്കേണ്ട എമറോൾഡ് കിട്ടിയാൽ മതിയായിരുന്നു. എന്നാ സുഖമായിരുന്നു, എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ എത്ര? എൻ്റെ 28ആയിരുന്നു. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം നമുക്ക് വുഡ് തന്നെ രക്ഷ ഏകദേശം. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ ബോൺമീലുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്കിതാവാം. തൽക്കാലം എന്തായാലും ഫുള്ളായിട്ട് ബോൺമീൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ അവസ്ഥ എന്ന് നോക്കണം. പേപ്പർ എവിടെ? പേപ്പർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതാക്കണം. നമുക്ക് ആ ട്രെയിൻ മാറാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോഴും ആയിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വാടാ, പോയോ നോക്കട്ടടാ. അപ്പം നമുക്കിനി ഈ പരിപാടി നടക്കത്തില്ല, പേപ്പർ വെച്ച് ഇതാക്കുന്നത്. കാരണം ബോൺമീലല്ല എൻ്റെ കയ്യിലെ തീർന്നതിന്. മരം ഇവിടെ അടുത്തൊന്നും ഇല്ലതാണ്. എന്താ ചെയ്യാ? ഈ വീടങ്ങ് പൊളിച്ചങ്ങ് എടുത്താലോ? അല്ലെങ്കിൽ വീട് വേണ്ട, നമുക്ക് ഇതങ്ങ് പൊളിക്കാം. എന്താ നല്ല, ഇത് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പൊളിച്ചാൽ. കുറച്ച് അത്യാവശ്യമുള്ള മരം കിട്ടുമെന്നോ നോക്കാം. നമുക്കത് എടുക്കാൻ പറ്റും. 28 എമറോൾഡ് അല്ലേ തോന്നുന്നില്ല. അതപ്പോഴത്തേക്ക് മാറ്റിയാൽ എൻ്റെ കാര്യം പോക്കാം. പിന്നെ ഇരിക്കണം ഇതിങ്ങനെ ലാൻഡാണ് എടുത്തും വെച്ചു. അതാണ് പണി. അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. എന്താ ചെയ്യാം. അപ്പം നമുക്കിനി ഇത് പോയിട്ട് സ്റ്റിക്സ് ആക്കിയിട്ട് നമുക്കിതാക്കാം. നമുക്ക് ആദ്യം പ്ലാങ്ക്സ് ആക്കണം. പ്ലാങ്ക്സ് ആക്കട്ടെ.
ഫ്ലാങ്സ് ആക്കിയിട്ട് സ്റ്റിക്സ് ആക്കിയിട്ട് നമുക്ക് ആ മച്ചാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ട്രേഡ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞ ഇതൊക്കെ ഈ സീനൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്. പക്ഷെ കട്ട് ചെയ്തിട്ട് പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്നും മര്യാദക്ക് തിരിയത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. 99+. ഇനി ഇത് അവൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാം. എടുക്കൂ മാഷാനെ, എടുക്കൂ. എനിക്കൊരു 28 എമറോണ്ട്, വേറൊരു 28 തെറി. യെസ്, 28, 30 കഴിഞ്ഞ്. ഇനി അവൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് മേടിക്കാം. വരൂ മാഷാനെ, ബെൻഡിങ് തരൂ. അങ്ങനെ നമ്മൾ മേടിച്ച് നമ്മൾ ട്രേഡ് ലോക്കാക്കി. ഇത് നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അതൊക്കെ നമുക്കെല്ലാം വുഡും കാര്യങ്ങളും എടുത്തിട്ട് നമുക്കിതാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫുള്ളൊന്ന് വുഡും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണാം. അപ്പം ഗായ്സ്, നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള എമറോൾഡ് ഫുള്ളായിട്ട് കിട്ടി. എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം 4 സ്റ്റാക്കിൻ്റെ അടുത്തായി. 4 സ്റ്റാക്കിൻ്റെ അടുത്ത്. അതൊരു വലിയ ഗ്രൈൻഡിങ് ആയിരുന്നു. ക്രീപ്പർ റോഡ് ചവിടെ പോയി ചവിടെ. അല്ല പിന്നെ എന്നോടാ കളി. നമുക്ക് അപ്പം ഇനി ഫുള്ള് നമുക്ക് മെൻഡിങ്ങിൻ്റെ ബുക്ക് മേടിച്ച് വീട്ടിൽ പോയിട്ട് നമുക്ക് അത് ആഡ് ആക്കാം. അപ്പം നമ്മൾ ബുക്ക് മേടിക്കാനായിട്ട് ഇതായി. ബാഗിൽ നിന്ന് സാധനം എടുക്കട്ടെ, ബുക്ക് എടുക്കട്ടെ. അപ്പം നമുക്ക് ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, എൻ്റെ ബാഗിൽ ഇതുണ്ടല്ലോ. അപ്പം നമുക്ക് ബുക്കെല്ലാം മേടിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ഇതാക്കാം. അതാ കുറച്ചും കൂടി നല്ലത്. ഇതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. 4 ബുക്ക്, പിന്നെ ഇനി 3 കൂടി. 1, 2, 1 കൂടി. അപ്പോൾ ടോട്ടൽ 4 4, 8. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫുൾ ആർമറിലും ടൂൾസിലും നമുക്കിനി ഇടാം. അപ്പം നമ്മുടെ ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫുള്ള് ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കട്ടെ. എന്നിട്ട് നമുക്ക് മെൻഡിങ് എല്ലാം ആഡ് ആക്കാം. നമ്മുടെ ഇൻവെൻ്ററി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി മെൻഡിങ് ചെയ്യാം. പിക്കാക്സ്, ആക്സ്, പിന്നെന്തുവാ നമ്മുടെ ഇതിന് നമ്മുടെ ആർമർ നൂരിയിട്ട് നമുക്ക് അതും കൂടെ മെയിൻറ്റ് ചെയ്യാം. എൻ്റെ HP ആണ് എനിക്ക് തിരിയാത്ത, അത് നടക്കുമെന്ന്. എന്തായാലും മെയിൻറ്റേക്ക് ചെയ്ത് നോക്കാം. 2, 50, 5 നടക്കൂല. അപ്പം അടുത്ത എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് HP ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. അല്ലാണ്ട് വേറെ വഴിയൊന്നും നടക്കത്തില്ല. അപ്പം ഈ ഷീപ്പിനെയും സാധനത്തിനെയും എല്ലാത്തിനെയും കൊന്നിട്ട് ഒന്ന് ആ ബുക്ക് വെക്കാനുള്ള രീതിക്കായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഹലോ ഗൈസ്, നമുക്ക് ഫുള്ള് സെറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ 6 HP കിട്ടിയിട്ടുണ്ട്. തൽക്കാലം അത് മാത്രം മതി. പിന്നെ നമുക്ക് XP മൈൻഡ് ചെയ്യാൻ പോകേണ്ടതുണ്ട് ആവശ്യം. അപ്പം ഞാൻ തൽക്കാലം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒന്ന് റീസ്പോൺ അത് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാൻ നിൽക്കാം. അതാ നല്ലത്. അപ്പം ഇനി നമുക്ക് എന്തിനായിരുന്നു വന്നേ? മെൻഡിങ് ബുക്ക് ആഡ് ചെയ്യാൻ. എന്തിന് ആർമർ എടുക്കണ്ടേ പറഞ്ഞ പോലെ? ഏതായിരുന്നു ആർമർ മെൻഡിങ് ചെയ്യാനുള്ള? ഫുൾ സെറ്റ് ഗ്രാഫിക്സ് ബോണസ്, ഫുൾ സെറ്റ് ബോണസ് എഫക്റ്റ്, ഫുൾ സെറ്റ് തിരിയുന്നില്ലല്ലോ. ഇത് ചെസ്റ്റ്. അപ്പോൾ നമുക്കിതിൽ മെൻഡിങ് ആഡ് ചെയ്യാം.
അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞു. അപ്പം ബാക്കി ഇനി നമുക്ക് ഓഫ് ക്യാമറ ഇരുന്നിട്ട് ബാക്കി പണി ചെയ്യാം. എന്നുവെച്ചാൽ ഇത് ഫുള്ള് മെൻഡിങ് ആക്കിയില്ല, ഇനി ഫുൾ ഇതാക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ് ഗൈസ്. അപ്പോൾ അഥവാ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ടാറ്റ ബൈ ബൈ. ഈ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.